വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഒരു ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ജേണി ഓഫ് ദ റെയിൻ ഡ്രോപ്പ്. റെയിൻ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ മഴത്തുള്ളി, ജേണി എന്ന് പറഞ്ഞാൽ യാത്ര. അപ്പോൾ ഒരു മഴത്തുള്ളിയുടെ യാത്രയാണ് ഈ ഒരു കഥയിൽ പറയുന്നത്. മേഘത്തിൽ നിന്നും വേർപെട്ട് താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി തിരികെ ആകാശത്തേക്ക് തന്നെ പോകുന്ന, മേഘത്തിലേക്ക് തന്നെ പോകുന്ന ഒരു മഴത്തുള്ളിയുടെ കഥ നമുക്ക് നോക്കാം. അപ്പോൾ 4ാം ക്ലാസ്സിലെ മറ്റ് ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് പഠിക്കാൻ പ്ലേലിസ്റ്റ് സെക്ഷൻ ഒന്ന് വിസിറ്റ് ചെയ്തോളൂ. എല്ലാ ക്ലാസ്സിലെയും 1ാം ക്ലാസ് തൊട്ട് പ്ലസ് 2 വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഈസി ഇംഗ്ലീഷ് എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതുകൊണ്ട് തീർച്ചയായും യൂസ്ഫുൾ ആവുന്ന യൂട്യൂബ് ചാനലാവും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നോക്കാം. എ ടൈനി റെയിൻ ഡ്രോപ്പ് ലിവ്സ് ഇൻ എ ബിഗ് ഫ്ലഫി ക്ലൗഡ്. ടൈനി എന്ന് പറഞ്ഞാൽ ചെറുത്. അപ്പോൾ എ ടൈനി റെയിൻ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മഴത്തുള്ളി ലിവ്സ് ഇൻ എ ബിഗ് ഫ്ലഫി ക്ലൗഡ്. ക്ലൗഡ് മേഘാണ്. ഫ്ലഫി ക്ലൗഡോ നല്ല സോഫ്റ്റായ, അതാണ് ഫ്ലഫി എന്നുള്ള വീടിൻ്റെ അർത്ഥം. നല്ല എന്താ പറയുക, മേഘ എങ്ങനെയാണ് കാണുമ്പോൾ നല്ല അല്ലേ, ഒരു ഇങ്ങനെ കുറച്ചിങ്ങനെ സോഫ്റ്റായിട്ട് തോന്നുന്ന, സോ അതാണ് ഫ്ലഫി എന്നുള്ള വേർഡിൻ്റെ അർത്ഥം. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സാധനം നമ്മൾ ഫ്ലഫി എന്ന് പറയും. ഇപ്പോൾ വീർത്തിരിക്കുന്ന ഈ എന്താ പറയുക, തൊട്ടാലൊക്കെ പിന്നെ പഞ്ഞി പോലെയുള്ള അതിനൊക്കെ ഫ്ലഫി എന്ന് പറയും. സോ ഇവിടെ പഞ്ഞി പോലെയുള്ള ഈ മേഘം, ഒരു വലിയ മേഘം, അതിൽ ഒരു ചെറിയ മഴത്തുള്ളി താമസിച്ചിരുന്നു. നൗ ഇറ്റ്സ് കമ്മിങ് ഡൗൺ ടു ദി എർത്ത്. ഇപ്പോൾ അത് താഴെ ഭൂമിയിലേക്ക് വരികയാണ്. കഥയ്ക്ക് മുമ്പിൽ ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. എ ബിഗ് അഡ്വെഞ്ചർ അവൈറ്റ്സ് ഇറ്റ്. അഡ്വെഞ്ചർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ, എന്താണ് അഡ്വെഞ്ചർ എന്ന് പറഞ്ഞാൽ സാഹസികത. ഒരു വലിയ സാഹസികത അതിനെ കാത്തിരിക്കുന്നുണ്ട്. മീറ്റ് ദ ലിറ്റിൽ റെയിൻ ഡ്രോപ്പ്. ഈ ലിറ്റിൽ റെയിൻ ഡ്രോപ്പിനെ ഒന്ന് പരിചയപ്പെടൂ. ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്. ഇനി എന്താ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. റെഡി സെറ്റ് ഗോ. അതാണ് ആദ്യത്തെ സെക്ഷന് പേരിട്ടുള്ളത്. നോക്കാം. അപ്പോൾ ഈ മഴത്തുള്ളി പറയുകയാണെ, ഐ ആം എ റെയിൻ ഡ്രോപ്പ്. ഞാനൊരു മഴത്തുള്ളിയാണ്. ഐ ലിവ് ഇൻ എ ക്ലൗഡ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അതൊരു മേഘത്തിലാണ് താമസിക്കുന്നത്. സോ ഐ ലിവ് ഇൻ എ ക്ലൗഡ്. ഞാനൊരു ക്ലൗഡിൽ, മേഘത്തിലാണ് താമസിക്കുന്നത്. വൺ ഡേ, ഒരിക്കൽ, ഐ സോ, ഞാൻ കണ്ടു, എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ്. ഇവിടെ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് മിന്നലാണ്. മഴയ്ക്ക് മുമ്പ് മിന്നലൊക്കെ ഉണ്ടാവില്ലേ, സോ അതാണ് ആ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ്. മിന്നലിൻ്റെ ആ ഒരു വെളിച്ചത്തിനെ അത് ഒരുമിച്ച് മീനിങ് പറഞ്ഞാൽ മതി. ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ് അക്രോസ് ദ സ്കൈ. ആകാശത്തിൽ. ഓക്കെ, അക്രോസ് ദ സ്കൈ. സഡൻലി, പെട്ടെന്ന്, ഐ ഹേർഡ് എ ലൗഡ് ബൂം. ആ ബൂം എന്താണ്? ശബ്ദമാണ്. എന്തിൻ്റെ ശബ്ദം? തണ്ടറിൻ്റെ ശബ്ദമാണ്. തണ്ടർ എന്ന് പറഞ്ഞാൽ ഇടി. സോ ആദ്യം മിന്നൽ വന്നു, അതിൻ്റെ വെളിച്ചം കണ്ടു, 2 തണ്ടർ, അതായത് ഇടിയുടെ മുഴക്കം കേട്ടു. ഐ വാസ് സോ സ്കെയർഡ്. സ്കെയർഡ് എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു, ഞാൻ ആകെ പേടിച്ചു. ഗെറ്റ് റെഡി ടു ഗോ ലിറ്റിൽ റെയിൻ ഡ്രോപ്സ്, ദ തണ്ടർ റംബിൾഡ്. തണ്ടർ, ഈ ഇടിമിന്നൽ പറഞ്ഞു ഞങ്ങളോട്, എല്ലാവരോടും ഇടി പറഞ്ഞു, അതായത് ഇടിനാഥം പറഞ്ഞു ഞങ്ങളോട്. ഗെറ്റ് റെഡി ടു ഗോ, പോകാൻ റെഡി ആയിക്കോളൂ. ലിറ്റിൽ റെയിൻ ഡ്രോപ്സ്, ചെറിയ മഴത്തുള്ളികളെ എന്ന് തണ്ടർ പറഞ്ഞു. എ ഗ്രാൻഡ് അഡ്വെഞ്ചർ അവൈറ്റ്സ് യു. ഒരു വലിയ അഡ്വെഞ്ചർ, സാഹസികത നിങ്ങളെ കാത്തിരിക്കുന്നു. ഐ ഫെൽ സോ എക്സൈറ്റഡ്. അപ്പോൾ ഈ മഴത്തുള്ളി പറയാണ്, ഞാൻ വളരെയധികം എക്സൈറ്റഡായി, വളരെ ത്രിൽഡായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരു സാഹസിക യാത്രക്ക് പോകാൻ നിൽക്കല്ലേ. ഐ ഹാഡ് നെവർ ബീൻ ഔട്ട്സൈഡ് ദ ക്ലൗഡ് ബിഫോർ. ഈ ക്ലൗഡിൻ്റെ പുറത്ത് ഞാൻ ഇതുവരെ പോയിട്ടേ ഇല്ല. സോ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വൈ ഡിഡ് ദ റെയിൻ ഡ്രോപ്പ് ഫീൽ എക്സൈറ്റഡ്? എന്തുകൊണ്ടാണ് റെയിൻ ഡ്രോപ്പ് ഭയങ്കര എക്സൈറ്റഡ് ആണ്? ദ റെയിൻ ഡ്രോപ്പ് felt excited because it was going to go on an adventurous trip. It was going to go on an adventurous trip. അല്ലേ? അല്ലെങ്കിൽ it was on an adventurous trip എന്ന് പറയാം. It was never outside the cloud before. അല്ലെങ്കിൽ it had never been outside the cloud before. ബാക്കി നോക്കാം. The great adventure. അങ്ങനെ ആ വലിയ അഡ്വഞ്ചർ വന്നിട്ടോ. Ooh, what's that? cried all the raindrops. എല്ലാ റെയിൻ ഡ്രോപ്സ് ഈ മഴത്തുള്ളികളും ഒരുമിച്ച് ചോദിക്കുകയാണ്, ഉറക്കെ ചോദിക്കുകയാണ്. ഓ, എന്താണത്?
എ ഷാർപ്പ് ലൈറ്റ് പിയേഴ്സ്ഡ് ദ ക്ലൗഡ്. ക്ലൗഡിനെ ആ പിന്നെ മേഘത്തിൻ്റെ ഉള്ളിലൂടെ ഒരു ലൈറ്റ് അങ്ങ് വന്നു പ്രവേശിച്ചു. ഈച്ച് ഡ്രോപ്പ് വാസ് പുഷ്ഡ് ഔട്ട് ഓഫ് ദ ക്ലൗഡ്. ആ സമയത്ത് എന്തായി? ഓരോ മഴത്തുള്ളിയും ക്ലൗഡിൽ നിന്നും പുറത്തേക്ക് വന്നു. പുഷ്ഡ് ഔട്ട്, പുറത്തേക്ക് തള്ളി. ഐ ടു ലീപ്ഡ് വിത്ത് ദം. ഞാനും അവർക്കൊപ്പം ചാടി. ലീപ്ഡ് എന്ന് പറഞ്ഞാൽ ചാടി എന്നർത്ഥം. അപ്പോൾ മറ്റു മഴത്തുള്ളികളൊപ്പം ഞാനും താഴേക്ക് ചാടി. മേഘത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി, ഭൂമിയിലേക്ക് വരാം കേട്ടോ. ഡൗൺ ആൻഡ് ഡൗൺ വി വേർ ഫോളിങ് ടുഗദർ. ഒരുമിച്ച് താഴേക്ക് ഞങ്ങൾ. ഡൗൺ ആൻഡ് ഡൗൺ, താഴേക്ക്. വി വേർ ഫോളിങ് ടുഗദർ, ഞങ്ങൾ ഒരുമിച്ച് താഴേക്ക് വീഴുകയായിരുന്നു. വി ലാഫ്ഡ് ആൻഡ് ഷൗട്ടഡ്, ഞങ്ങൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ആൻഡ് ഷൗട്ടഡ്, ഉറക്കെ പറഞ്ഞു. വി, ഓ വാട്ട് ഫൺ. വളരെ സന്തോഷം കൊണ്ട് പറയുന്ന ശബ്ദമാണ് വി. ഓക്കെ, വാട്ട് ഫൺ, ഓ എന്ത് രസം എന്ന് പറഞ്ഞു. ഇനി കുട്ടികളോട് ചോദിക്കാനുള്ള ചോദ്യമാണ്, ക്യാൻ യു ഗെസ് വാട്ട് വുഡ് ഹാപ്പൻ ടു ദ റെയിൻ ഡ്രോപ്സ്? റെയിൻ ഡ്രോപ്സ്, മഴത്തുള്ളികൾക്ക് ഇനി എന്താണ് സംഭവിക്കുക എന്ന് കുട്ടികളോട് രക്ഷിതാക്കൾ ഇപ്പോൾ ചോദ്യം ചോദിക്കട്ടോ. നോക്കാം. ദ റെയിൻബോ എന്നാണ് അടുത്ത സെക്ഷൻ്റെ പേര്. റെയിൻബോ എന്ന് പറഞ്ഞാൽ മഴവില്ല്. ഫ്രം ഹൈ അപ്പ് ഇൻ ദ സ്കൈ, ആകാശത്തു നിന്ന് മുകളിൽ നിന്നും. വി സോ ദ വേൾഡ് ബിലോ, താഴെയുള്ള വേൾഡ്, ലോകം ഞങ്ങൾ കണ്ടു. വി വർ ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ, ഞങ്ങൾ ഭൂമിയുടെ അടുത്തേക്ക് എത്താനായി ഇങ്ങനെ വരികയാണ്. ദ ട്രീസ് സ്പ്രെഡ് ദെയർ ലീഫി ആംസ്, മരങ്ങളെല്ലാം അവയുടെ കൈകൾ, എങ്ങനത്തെ കൈകൾ? ലീഫി ആംസ്, ഇലകളാകുന്ന കൈകൾ തുറന്നു പിടിച്ചു, സ്പ്രെഡ് ചെയ്തു, ഞങ്ങളെ സ്വീകരിക്കാൻ. ഈ മരങ്ങളെല്ലാം ഞങ്ങളെ സ്വീകരിക്കാൻ റെഡി ആയിട്ടിരുന്നു. ദ ഫ്ലവേഴ്സ് വേവ്ഡ് ജെന്റ്ലി, പുഷ്പങ്ങളെല്ലാം പതുക്കെ വേവ് ഇങ്ങനെ ആടാൻ തുടങ്ങി. ഇങ്ങനെ ആടുക, വേവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആട്ടുക അല്ലെങ്കിൽ ആടുക. ജെന്റ്ലി, മൃദുവായി, വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ആടാൻ തുടങ്ങി. ദ ബേർഡ്സ് ഫ്ലൂ, പക്ഷികൾ പറന്നു. എങ്ങനെയാണ് പറന്നത്? ഫ്ലാറ്ററിങ് ദെയർ വിങ്സ്. ഫ്ലാറ്ററിങ് എന്ന് പറഞ്ഞാൽ ചിറകിട്ടടിക്കുക. ദെയർ വിങ്സ്, ചിറകുകൾ. അപ്പോൾ പക്ഷികൾ തങ്ങളുടെ ചിറകിലിട്ട് ഇങ്ങനെ അടിക്കുന്നു. എവ്രി വൺ റാൻ ടു എസ്കേപ്പ് ഫ്രം ദ റെയിൻ, എല്ലാവരും ഓടി. എവ്രി വൺ, താഴെ മനുഷ്യന്മാരും ജീവികളെല്ലാം ഓടി. റാൻ, ഓടി. ടു എസ്കേപ്പ് ഫ്രം ദ റെയിൻ, മഴയിൽ നിന്നും രക്ഷപ്പെടാൻ. ബട്ട് എ ഫാമർ ലുക്ക്ഡ് അപ്പ് വിത്ത് ഹോപ്പ്. എന്നാൽ ആ സമയത്ത് ഒരു ഫാർമർ എന്ന് പറഞ്ഞാൽ പെസൻറ്റ്, കർഷകൻ, അതാണ് ഫാർമർ. ലുക്ക്ഡ് അപ്പ്, മുകളിലേക്ക് നോക്കി. വിത്ത് ഹോപ്പ്, എന്താണ് വിത്ത് ഹോപ്പ്? ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ, പ്രതീക്ഷയോടെ നോക്കി. വി വർ ഫ്ലൈയിങ്, ഞങ്ങൾ മഴത്തുള്ളി ഇങ്ങനെ പറക്കുകയായിരുന്നു, മഴത്തുള്ളികൾ. ഐ എൻജോയ്ഡ് ദ വിൻഡ്സ് പ്ലേഫുൾ ഡാൻസ്. കാറ്റടിക്കുന്നുണ്ട്, കാറ്റാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. സോ ഈ കാറ്റിൻ്റെ പ്ലേഫുള്ളായ ഡാൻസ് ഞങ്ങളിങ്ങനെ ആസ്വദിച്ചു. സൺ ബീംസ് ഷോൺ ത്രൂ അസ്, സൂര്യപ്രകാശം, സൺ ബീംസ്, സൂര്യരശ്മി, സൂര്യകിരണം എന്നൊക്കെ പറയാം. അതാണ് സൺ ബീംസ്. അത് ഷോൺ, തിളങ്ങി, ത്രൂ അസ്, ഞങ്ങളിലൂടെ. അപ്പം മഴത്തുള്ളിയിലേക്ക് സൺബീം വന്നാൽ എന്താ സംഭവിക്കുക? അത് തന്നെ, ഏത്? റെയിൻബോ. ഇറ്റ് മെയ്ഡ് അസ് ബ്രൈറ്റ് ആൻഡ് കളർഫുൾ, അത് ഞങ്ങളെ ബ്രൈറ്റ് ആക്കി, കളർഫുൾ ആക്കി. റെഡ്, ബ്ലൂ, ഗ്രീൻ, ചുവപ്പ്, നീല, പച്ച കളറുകൾ വന്നു. ചിൽഡ്രൻ ലുക്ക്ഡ് അപ്പ്, കുട്ടികൾ മുകളിലേക്ക് നോക്കി. ആൻഡ് ഷൗട്ടഡ്, ഉറക്കെ വിളിച്ചു പറഞ്ഞു. റെയിൻബോ, റെയിൻബോ. അങ്ങനെ റെയിൻബോ എന്താണ്? മഴവില്ല്, മഴവില്ല് എന്ന് ഉറക്കെ കുട്ടികൾ വിളിച്ചു പറഞ്ഞു. ഇനി ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണം. വൈ ഡിഡ് ദ ഫാർമർ ലുക്ക് അപ്പ് വിത്ത് ഹോപ്പ്? എന്തുകൊണ്ടാണ് ഫാർമർ പ്രതീക്ഷയോടെ മുകളിലേക്ക് നോക്കിയത്? ദ ഫാർമർ വാസ് വെയിറ്റിംഗ് ഫോർ റെയിൻ, അല്ലേ? ഫാർമർ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ദ ചിൽഡ്രൻ ഷൗട്ട്? കുട്ടികൾ എന്തുകൊണ്ടാണ് ഷൗട്ട് ചെയ്തത്? ദേ സോ ദ റെയിൻബോ ആൻഡ് ദ റെയിൻ, അവർ റെയിൻബോ കണ്ടു, മഴയെ കണ്ടു, അതുകൊണ്ടാണ് അവർ ഷൗട്ട് ചെയ്തത്. ദി ആംഗ്രി കാറ്റ്, ദേഷ്യപ്പെടുന്ന പൂച്ച. മഴ നനഞ്ഞപ്പോൾ പൂച്ചയ്ക്ക് ദേഷ്യമായി, അതാണ് ഈ സെക്ഷനിൽ പറയുന്നത്. നോക്കാം. വാവ്, ആർ ദേ വെൽക്കമിങ് അസ്? വി വർ വെരി എക്സൈറ്റഡ്. മഴത്തുള്ളി പറയാണ്, ഓ ആ താഴെ കാണുന്ന ആൾക്കാരെല്ലാം, ഈ ജീവികളും മരങ്ങളും മനുഷ്യന്മാരും ഞങ്ങളെ വെൽക്കം ചെയ്യാണോ, ഞങ്ങൾ സ്വീകരിക്കുകയാണോ? വി വർ വെരി എക്സൈറ്റഡ്, ഞങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആയി. എ ബ്രൗൺ കാറ്റ്, ഒരു ബ്രൗൺ കളറുള്ള കാറ്റ്, ഹിഡ്, ഒളിച്ചിരുന്നു. HID എങ്ങനെ വായിക്കുക? ഹിഡ്, ഹൈഡ് അല്ല കേട്ടോ, ഹൈഡ് HID ആണ്. ഇത് പാസ്റ്റ് ആണ്. ഹിഡ്, ഒളിച്ചിരുന്നു. അണ്ടർ എ ട്രീ, ഒരു മരത്തിൻ്റെ പിറകിൽ ഇങ്ങനെ ഒളിച്ചിരുന്നു. ലുക്കിംഗ് പസിൽഡ്, പസിൽഡ് മീൻസ് കൺഫ്യൂസ്, കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ ഒളിച്ചിരുന്നു. അറ്റ് ലാസ്റ്റ്, അവസാനം, ഐ ലാൻഡഡ് ഓൺ ദ കാറ്റ്, ഈ മഴത്തുള്ളി പൂച്ചയുടെ ദേഹത്തങ്ങ് വീണു. വിത്ത് എ സോഫ്റ്റ് സ്പ്ലാറ്റ്. സ്പ്ലാറ്റ് എന്ന് പറഞ്ഞാൽ മഴത്തുള്ളി എവിടെയെങ്കിലും വീഴുന്ന ശബ്ദമാണ്. സോ
സോ ഒരു സോഫ്റ്റ് സ്പ്ലാറ്റോടെ ഞാൻ ഈ പൂച്ചയുടെ ദേഹത്തേക്ക് മഴത്തുള്ളി വീണു. ഇറ്റ് ഷുക്ക് ഇറ്റ്സ് ഫർ ആംഗ്രിലി. പൂച്ചക്ക് മഴ ഇഷ്ടമായില്ല. ഇറ്റ് ഷുക്ക്, അത് കുടഞ്ഞു. ഇറ്റ്സ് ഫർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ രോമങ്ങൾ, എൻ്റെ പുറത്തുള്ള രോമങ്ങൾ ആംഗ്രിലി ദേഷ്യത്തോടെ കുടഞ്ഞു കളഞ്ഞു. ഐ ഫെൽ ഓൺ ദ സോയിൽ. അപ്പോൾ ഞാൻ തെറിച്ച് മണ്ണിലേക്ക് വീണു. സോയിൽ മണ്ണാണ്, മണ്ണിലേക്ക് വീണു. വിത്ത് എ ഷാർപ്പ് സ്പ്ലാഷ്. സ്പ്ലാഷ് മഴയുടെ ഈ വെള്ളത്തിനൊക്കെ ശബ്ദമാണ്. സോ ഈ വെള്ളത്തിലേക്ക് ഞാൻ എന്ത് ചെയ്യും, വെള്ളത്തിലേക്കല്ല ഈ ഭൂമിയിലേക്ക് ഞാൻ എന്താ ഈ വെള്ളത്തുള്ളി മഴത്തുള്ളി അങ്ങനെ താഴേക്ക് വീണു പൂച്ചയുടെ ശരീരത്തിൽ നിന്ന്. ഐ ഫെൽറ്റ് ദ ഫ്രഷ് വാം ടച്ച് ഓഫ് ദ സോയിൽ. അങ്ങനെ ഞാൻ ആ ഫ്രഷായ വാമായ ഊഷ്മളമായ ആ സ്പർശനം, ടച്ച്, മണ്ണിൻ്റെ സ്പർശം എനിക്ക് കിട്ടി. വാട്ട് എ പ്ലസൻറ്റ് സ്മെൽ. എന്തൊരു പ്ലസൻ്റായ, ഇതൊരു മനോഹരമായ സ്മെൽ. ഹൗ റിഫ്രഷിങ് ഇറ്റ് ഈസ്. എത്ര അടിപൊളിയാണ് ഈ മണ്ണിൻ്റെ പുതുമണ്ണ്. മഴ പെയ്താൽ കുറേ കാലത്തിന് ശേഷം മഴ പെയ്യുമ്പോഴേ മണ്ണിൽ നിന്നൊരു ഗന്ധം വരൂലേ, അതിനെ പിന്നെ പുതുമഴ പെയ്യുമ്പോഴുള്ള മണ്ണിൻ്റെ ഗന്ധം. അത് ഇംഗ്ലീഷിൽ പെട്രിക്കോർ എന്ന് പറയാം. പെട്രിക്കോർ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഡിഡ് ദ കാറ്റ് ഡു വെൻ ദ റെയിൻ ഡ്രോപ്പ് ഫെൽ ഓൺ ഇറ്റ്. ചോദ്യം ഇതാണ്, കാറ്റിൻ്റെ മേലിൽ റെയിൻ ഡ്രോപ്പ് വീണപ്പോൾ കാറ്റ് എന്താണ് ചെയ്തത് എന്നാണ്. ദ കാറ്റ് വാസ് ആംഗ്രി, ദേഷ്യപ്പെട്ടു. മാത്രമല്ല ഇറ്റ് ഷുക്ക് ഇറ്റ്സ് ഫർ ആംഗ്രിലി, അതതിൻ്റെ രോമം കണ്ട് കുടഞ്ഞു എന്നാണ്. ഓക്കെ, അടുത്തത് തേഴ്സ്റ്റി റൂട്ട്സ്. റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, വേരുകളാണ്. മരത്തിൻ്റെ വേരൊക്കെ പക്ഷെ ദാഹിച്ചിരിക്കുകയായിരുന്നു ആ സമയത്താണ് മഴ പെയ്യുന്നത്. സം ഓഫ് മൈ ഫ്രണ്ട്സ് ലാൻഡഡ് ഓൺ ദ ലീവ്സ്. മഴത്തുള്ളി പറയാണ്, എൻ്റെ ചില സുഹൃത്തുക്കൾ, മറ്റു മഴത്തുള്ളികൾ ലീവ്സ്, ഇലകളിലാണ് വീണത്. അതേഴ്സ് ജെന്റ്ലി കിസ്ഡ് ദ ഫ്ലവേഴ്സ്. മറ്റുള്ളവ പോയിട്ട് ഫ്ലവേഴ്സിനെ ചുംബിച്ചു. കിസ്ഡ്, ചുംബിച്ചു. ചുംബിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഫ്ലവേഴ്സിലേക്ക് വീണു. സം സ്പ്ലാഷ്ഡ് ഓൺ ദ ഗ്രൗണ്ട്. ചിലത് ഗ്രൗണ്ടിലേക്ക് ഇങ്ങോട്ട് ശബ്ദത്തോടെ, സ്പ്ലാഷ് എന്ന ശബ്ദത്തോടെ വീണു. ആൻഡ് ഫോംഡ് ടൈനി പഡിൽസ്. പഡിൽസ് ആണ് ചെറിയ ചെറിയ വെള്ളം കെട്ടി നിൽക്കുന്ന ചെറിയ ചെളി ഒക്കെ ഉള്ള വെള്ളം. അങ്ങനെ താഴെ വെള്ളമായിട്ട് നിന്നു. ഐ സീപ്ഡ് ഇൻ ടു ദ സോയിൽ. ഞാൻ സോയിൽ മണ്ണിലേക്ക് ഊറിപ്പോയി. അതാണ് സീപ്ഡ്, ഇറങ്ങിച്ചു വന്നു, മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോയി വെള്ളം. സീപ്ഡ് ഇൻ ടു ദ സോയിൽ. ട്രിക്ലിംഗ് ഡൗൺ ആൻഡ് ഡൗൺ. ട്രിക്ലിംഗ് ഈ വെള്ളം ഒഴുകുന്നതിനാണ് പറഞ്ഞത്. ഡൗൺ ആൻഡ് ഡൗൺ, താഴേക്ക് ഒഴുകി. ദ തേഴ്സ്റ്റി റൂട്ട്സ് ഓഫ് പാഡി വാസ് സെർച്ചിങ് ഫോർ വാട്ടർ. ദ തേഴ്സ്റ്റി റൂട്ട്സ്, ആ ദാഹിച്ചു നിൽക്കുന്ന റൂട്ട്സ്, വേരുകൾ, എന്തിൻ്റെ, ഓഫ് പാഡി. പാഡി എന്ന് പറയുമ്പോൾ ഇവിടെ കൃഷി ചെയ്ത നെല്ല്, നമ്മുടെ നാട്ടിലായതുകൊണ്ട് നെല്ല് എന്ന് പറഞ്ഞാൽ മതി. നെല്ലിൻ്റെ ആ റൂട്ടൊക്കെ എന്താണ് ദാഹിച്ചിരിക്കുക. വേർ സെർച്ചിങ് ഫോർ വാട്ടർ. വെള്ളത്തിന് വേണ്ടി അവരിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു, തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വാട്ട് എ ടെൻഡർ ടച്ച്. എന്ത് മൃദുവായ സ്പർശനം. ഐ വാസ് വെയിറ്റിംഗ് ഫോർ വാട്ടർ എ റൂട്ട് സൈഡ്. അങ്ങനെ ആ ദാഹിച്ചു നിന്ന പിന്നെ നെൽ ചെടി, അതല്ലെങ്കിൽ ഈ നെൽച്ചെടി എന്ന് പറയാൻ പാടില്ല, ഈ നെല്ല് ഇതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, പിന്നെ കതിരൊക്കെ ഉള്ള അതന്നെ. അപ്പോൾ ഇത് പിന്നെ പറയാണ് ദാഹിച്ചിരിക്കണം അതിൻ്റെ റൂട്ട്. അതിങ്ങനെ വെള്ളം കൂടി വന്നപ്പോൾ പറയാം, വാട്ട് എ ടെൻഡർ ടച്ച്. എന്ത് മൃദുവായിട്ടുള്ള സ്പർശനം. ഐ വാസ് വെയിറ്റിംഗ് ഫോർ വാട്ടർ. ഞാൻ വെള്ളത്തിന് കാത്തിരിക്കുകയായിരുന്നു എന്ന് ഇതിൻ്റെ പേര് പറയാണ്. വാട്ട് ഹാപ്പൻഡ് ടു ദ റെയിൻ ഡ്രോപ്സ് ഫ്രണ്ട്സ്. റെയിൻ ഡ്രോപ്പിൻ്റെ ഫ്രണ്ട്സിനൊക്കെ എന്താണ് സംഭവിച്ചത്. സം ഓഫ് ഹിസ് ഫ്രണ്ട്സ് ലാൻഡഡ് ഓൺ ദ ലീവ്സ്. Others gently kissed the flowers. Some splashed on the ground and formed tiny puddles. അതാണ് അതിൻ്റെ ഫ്രണ്ട്സ് സംഭവിച്ചത്. കുറേ എണ്ണം ഇലകളിലേക്ക് വീണു, കുറേ എണ്ണം ഫ്ലവേഴ്സിലേക്ക് വീണു, കുറേ എണ്ണം ഭൂമിയിലേക്ക് വീണു. സോ ബാക്കി നോക്കാം. എ ഡ്രോപ്പ് ഓഫ് ജോയ്. സന്തോഷത്തിൻ്റെ ഒരു തുള്ളി, അതാണ് അതിൻ്റെ അർത്ഥം. ഐ വാസ് ഡ്രോൺ ഇൻ ടു ദ റൂട്ട്സ്. അങ്ങനെ ഞാൻ വേരിൻ്റെ ഉള്ളിലേക്ക് പോയി. ദെൻ സ്ലോലി ഐ ട്രാവൽഡ് അപ്വാർഡ്. ശേഷം ഞാനിങ്ങനെ മുകളിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി. ഇറ്റ് വാസ് ക്വൈറ്റ് എ ക്ലൈം. ഇതിങ്ങനെ ഒരു കയറുന്ന പോലെ, ഞാൻ അങ്ങനെ മുകളിലേക്ക് കയറി പോകുന്ന പോലെയായിരുന്നു. വാട്ട് എ നൈസ് സർപ്രൈസ്. എന്തൊരു അടിപൊളി സർപ്രൈസ്. മൈ ഫ്രണ്ട്സ് വെർ ഓൾറെഡി ഇൻസൈഡ്. അവരെല്ലാം എന്താണ് ഈ വേരിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഓക്കെ, മൈ ഫ്രണ്ട്സ് വെർ ഓൾറെഡി ഇൻസൈഡ്. അവർക്ക് ഓൾറെഡി അകത്തായിരുന്നു. യുവ് കം ജസ്റ്റ് ഇൻ ടൈം. നിങ്ങൾ കറക്റ്റ് സമയത്താണ് വന്നത്. ദ പ്ലാന്റ് വിസ്പേർഡ് ആസ് ഐ റീച്ച്ഡ് ഇറ്റ് സ്റ്റോപ്പ്. ഞാനും ചെടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ മുകളിലേക്ക് കയറിയപ്പോൾ എന്നോട് ചെടി പറയാണ്, യുവ് കം ജസ്റ്റ് ഇൻ ടൈം. കറക്റ്റ് സമയത്താണ് നീ വന്നത് എന്ന് വിസ്പേർഡ്, മന്ത്രിച്ചു. ആ ചെടി മന്ത്രിച്ചു. ദ സൺ ബിഗാൻ ടു സെറ്റ്. അങ്ങനെ സൂര്യൻ എന്തായി, അസ്തമിക്കാൻ തുടങ്ങി. ദ സ്കൈ ടേൺഡ് ഓറഞ്ച് ഇൻ കളർ.
സ്കൈ ആകാശം എന്തായി ഓറഞ്ച് കളറായി. ദ ലീവ്സ് ഓഫ് ദ പാഡി റസിൽഡ് ജെന്റ്ലി ഇൻ ദ ബ്രീസ്. ബ്രീസ് എന്ന് പറഞ്ഞാൽ ഇളം കാറ്റ. ഇളം കാറ്റിങ്ങനെ അടിച്ചപ്പോണ്ടല്ലോ ഈ നെല്ലിൻ്റെ ഇലകൾ, നെൽച്ചെടിയുടെ ഇലകളുണ്ടല്ലോ, ലീവ്സ് ഓഫ് ദ പാഡി റസിൽഡ്, മർമര ശബ്ദം ഉണ്ടാക്കി. മർമര ശബ്ദം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഈ കാറ്റിങ് അടിക്കുമ്പോൾ ഇലകൾ അങ്ങോട്ടും ഒരഞ്ഞുള്ള ശബ്ദമല്ലേ, അതാണ് റസിൽഡ്. ആ ശബ്ദം ഉണ്ടാക്കി ജെന്റിലി, മൃദുവായിട്ട്. കാരണം ചെറിയ കാറ്റിങ് അടിച്ചപ്പോൾ ഈ നെൽക്കതിരെ അങ്ങോട്ടും അതിൻ്റെ ഇലകൾ ആടി എന്നാണ് പറഞ്ഞത്. വാട്ട് ചേഞ്ചസ് ഡിഡ് സൺസെറ്റ് ബ്രിങ് ടു ദ സ്കൈ? ആകാശത്ത് എന്ത് മാറ്റമാണ് സൺസെറ്റ് കൊണ്ടുവന്നത്? ദ സ്കൈ ടേൺഡ് ഓറഞ്ച് ഇൻ കളർ, അല്ലേ? ബിക്കോസ് ഓഫ് സൺസെറ്റ്. സൺസെറ്റ് ഉള്ളത് കൊണ്ട് ആകാശം ഓറഞ്ച് കളറായി എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഇനി ദ റൈസ് ഓഫ് ദ റെയിൻ ഡ്രോപ്പ്. ഇനി വീണ്ടും റെയിൻ ഡ്രോപ്പ് മുകളിലേക്ക് പോവുകയാണ്, നോക്കാം. ദ മോർണിംഗ് കെയിം. പിറ്റേ ദിവസം രാവിലെ ആയി. ദ സൺ ഷോൺ. സൂര്യൻ ഉദിച്ചു. ഹോട്ട് ആൻഡ് ബ്രൈറ്റ്. നല്ല ചൂടായിട്ട് ബ്രൈറ്റ് ആയിട്ട് തെളിഞ്ഞ ആകാശം വന്നു. വി ഫെൽ സംതിങ് സ്ട്രേഞ്ച്. അപ്പോൾ ചെടിൻ്റെ ഉള്ളിലുള്ള അതുപോലെ തന്നെ ഈ മഴത്തുള്ളികൾ, ഭൂമിയിലേക്ക് പോയ മഴത്തുള്ളികൾ, ഇവരൊക്കെ ഇങ്ങനെ എന്തൊക്കെ സ്ട്രേഞ്ച്, എന്തൊക്കെ ഒരു പ്രത്യേകത തോന്നി. ഹേയ്, ഹു ഈസ് പുള്ളിങ് അസ് ഫ്രം എബവ്? ഐ വണ്ടേർഡ്. മഴത്തുള്ളി ചോദിക്കുക, ആരാണ് മുകളിലേക്ക് ഞങ്ങൾ വലിക്കുന്നത്? പുള്ളി എന്നാണ് വലിക്കുക. ഞങ്ങൾ മുകളിലേക്ക് ആരാണ് വലിക്കുന്നത്? സ്ലോലി വി ഡ്രിഫ്റ്റഡ് അപ്പ് വാർഡ്സ്. ഞങ്ങളിങ്ങനെ മുകളിലേക്ക് നീങ്ങി പോകാൻ തുടങ്ങി. വി ബിഗാൻ ടു ഫ്ലോട്ട് ഹയർ ആൻഡ് ഹയർ. ബിഗാൻ മീൻസ് സ്റ്റാർട്ടഡ്, ആരംഭിച്ചു. ടു ഫ്ലോട്ട്, ഒഴുകി നടക്കാൻ തുടങ്ങി, മുകളിലേക്ക് പാറാൻ തുടങ്ങി. ഹയർ ആൻഡ് ഹയർ, മുകളിലേക്ക്. ഐ ലുക്ക്ഡ് ഡൗൺ അറ്റ് ദ ഫീൽഡ് ബിലോ. അതായത് മഴ തുള്ളികൾ നീരാവിയായിട്ട് മുകളിലേക്ക് പോകുമ്പം പിന്നെ ഞാൻ താഴേക്ക് നോക്കി എന്നാണ് പറഞ്ഞത്. അപ്പോൾ താഴെ ഫീൽഡ്, പാടം കണ്ടു. ദി എർത്ത് വാസ് ഗെറ്റിംഗ് സ്മോളർ. ഭൂമി ഇങ്ങനെ ചെറുതാകുന്ന പോലെ തോന്നി, കാരണം ഇത് മുകളിലേക്ക് പോവാണല്ലോ. താഴേക്ക് നോക്കുമ്പോൾ ഭൂമി ചെറുതാകുന്ന പോലെ തോന്നി. ദ റിവേഴ്സ് ലുക്ക്ഡ് ലൈക്ക് സിൽവർ ത്രെഡ്സ്. വെള്ളിനൂലുകൾ പോലെ താഴെ റിവേഴ്സ്. റിവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നദികൾ, പുഴകളെല്ലാം വെള്ളിനൂലുകൾ പോലെ കണ്ടു. ത്രെഡ് എന്ന് പറഞ്ഞ നൂല. ദ ഫീൽഡ്സ് ആൻഡ് ഗാർഡൻസ് ലുക്ക്ഡ് ലൈക്ക് എ ഗ്രീൻ കാർപ്പറ്റ്. പാടവും ഗാർഡനും എല്ലാം ഗ്രീൻ, പച്ച കാർപ്പറ്റ്, പച്ച പരതാനി വിരിച്ച പോലെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ടു എന്നാണ്. ഇനി വാട്ട് ഹാപ്പൻഡ് വെൻ ദ റെയിൻ ഡ്രോപ്സ് വെർ പുൾഡ് ഫ്രം എബവ്? അപ്പം റെയിൻ ഡ്രോപ്സ് മുകളിലേക്ക് പോയ സമയത്ത് എന്താണ് സംഭവിച്ചതെന്നാണ്, അല്ലേ? സോ ഇറ്റ് ഗോട്ട് എ ഡിഫറെൻറ്റ് വ്യൂ ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ ഒരു വ്യത്യസ്തമായ വ്യൂ ആണ് അത് കണ്ടത്. എന്തൊക്കെയാണത് കണ്ടത്? ഒന്ന്, ഇറ്റ് ലുക്ക്ഡ് അറ്റ് ദ എർത്ത് ആൻഡ് ഇറ്റ് സോ ദി എർത്ത് ആസ് സ്മോൾ. ചെറുതായിട്ട് കണ്ടു. ദി എർത്ത് വാസ് ഗെറ്റിംഗ് സ്മോളർ, അതാണ് അതിന് തോന്നിയത്. ദ റിവേഴ്സ് ലുക്ക്ഡ് ലൈക്ക് സിൽവർ ത്രെഡ്സ്. ദ ഫീൽഡ്സ് ആൻഡ് ഗാർഡൻസ് ലുക്ക്ഡ് ലൈക്ക് എ ഗ്രീൻ കാർപ്പറ്റ്. ഇതാണത് കണ്ടത്. ഇനി ദ റിട്ടേൺ, തിരികെ മഴത്തുള്ളികൾ ആകാശത്തേക്ക് പോകണം. ഐ ഫീൽ സാഡ് ടു ലീവ് മൈ ന്യൂ ഫ്രണ്ട്സ്, വി ഹാഡ് സോ മച്ച് ഫൺ, സെഡ് എ റെയിൻ ഡ്രോപ്പ്. റെയിൻ ഡ്രോപ്പ് പറയാം, എനിക്കൊരുപാട് സങ്കടമായി. എന്താ കാര്യം? ഐ ഫീൽ സാഡ്, എനിക്ക് ദുഃഖമുണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ ഇട്ട് പോകുന്നതിൽ. വി ഹാഡ് സോ മച്ച് ഫൺ, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു അവിടെ. ഹേയ് ഡോണ്ട് ക്രൈ, ഐ കൺസോൾഡ് ഹിം. അപ്പം ഒരു മഴത്തുള്ളി അങ്ങനെ പറഞ്ഞപ്പോൾ മറ്റു മഴത്തുള്ളി കൺസോൾ ചെയ്യാണ്. കൺസോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആശ്വസിപ്പിക്കുകയാണ്. വി ഹാവ് ബ്രോട്ട് ജോയ് ടു മെനി. ബ്രോട്ട് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു, ജോയ് സന്തോഷം, മെനി ഒരുപാട് പേർക്ക്. അപ്പോൾ ഒരുപാട് പേർക്ക് നമ്മൾ സന്തോഷം കൊണ്ടുവന്നില്ലേ? ലുക്ക് ദ ഫാർമർ ഈസ് ഹാപ്പി. ആ ഫാർമർ, ആ കർഷകൻ കണ്ടോ, ഹാപ്പിയാണ്. ഹിസ് ഫീൽഡ്സ് ആർ ഗ്രീൻ വൺസ് അഗെയിൻ. അയാളുടെ പാടം, ഫീൽഡ് നല്ല പച്ചപ്പായിട്ടുണ്ട് വീണ്ടും. ബിക്കോസ് ഓഫ് അസ്, നമ്മൾ കാരണം. ബൈ നൗ ദ റെയിൻ ഡ്രോപ്സ് ഹാഡ് റീച്ച്ഡ് ദ ക്ലൗഡ്. അങ്ങനെ ഈ സമയമായപ്പോഴത്തേക്കും റെയിൻ ഡ്രോപ്സ് എല്ലാം തിരികെ ക്ലൗഡിനുള്ളിലേക്ക് എത്തി. വെൽക്കം ബാക്ക് ആൻഡ് ടേക്ക് റെസ്റ്റ് സെഡ് ദ ക്ലൗഡ്. ക്ലൗഡ് പറഞ്ഞു, അപ്പോൾ ഒരു യാത്ര പോയി തിരികെ വന്നില്ലേ, ഇനി എല്ലാവരും തിരികെ വരൂ, റെസ്റ്റ് എടുക്കൂ എന്ന് ക്ലൗഡ് പറഞ്ഞു. വെൻ ഷാൽ വി മീറ്റ് അവർ ഫ്രണ്ട്സ് അഗെയിൻ വി ആസ്. അപ്പോൾ ഈ മഴത്തുള്ളിൽ ചോദിക്കുകയാണ് ക്ലൗഡിനോട്, ഞങ്ങളിനി എപ്പോഴാണ് താഴെ ഞങ്ങൾ ഫ്രണ്ട്സിനെ പോയി കാണുക? ഈ മരങ്ങളും അതുപോലെ തന്നെ പൂച്ചനെ കണ്ടു, അതുപോലെ തന്നെ ഫാർമറെ കണ്ടു, പാടം കണ്ടു, നെൽക്കതിരും അതിന് നെൽച്ചെടി കണ്ടു, ഇതൊക്കെ തിരികെ എന്ത് കാണും? വി ആസ്ഡ്. ദ ക്ലൗഡ് റിപ്ലൈഡ്. ക്ലൗഡ് പറയാണ്, സൂൺ ദ വിൻഡ് വിൽ ബ്ലോ അഗെയിൻ. ഒരിക്കൽ കൂടെ എന്താണ്? വിൻഡ്, കാറ്റ് അടിക്കും. യു വിൽ ഹാവ് ന്യൂ അഡ്വെഞ്ചേഴ്സ് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ടു റെയിൻ അഗെയിൻ. അപ്പോൾ മഴ പെയ്യുമ്പോൾ അതുപോലെ തന്നെ കാറ്റടിക്കുമ്പോൾ നിങ്ങളുടെ പുതിയ അഡ്വെഞ്ചർ വീണ്ടും ഉണ്ടാകും. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൈ ഡിഡ് ദ റെയിൻ ഡ്രോപ്പ് സേ ഐ ഫീൽ സാഡ്? എന്തുകൊണ്ടാണ് റെയിൻ ഡ്രോപ്പ് പറഞ്ഞത് എനിക്ക് സങ്കടം എന്നുള്ളത്? ബിക്കോസ് ഇറ്റ് മിസ്ഡ് ഇറ്റ്സ് ഫ്രണ്ട്സ്. അതിൻ്റെ ഫ്രണ്ട്സിനെ മിസ് ചെയ്തുകൊണ്ടാണ്. അടുത്തത്, വൈ വാസ് ദ ഫാർമർ ഹാപ്പി? ഫാർമർ എന്തുകൊണ്ടാണ് ഹാപ്പി ആയത്? ഹി ഗോട്ട് ദ റെയിൻ ആൻഡ് ഹിസ് ഫീൽഡ് ബിക്കെയിം ഗ്രീൻ അഗെയിൻ. ഓക്കെ, ബിക്കോസ് ഓഫ് റെയിൻ. മഴ പെയ്തുകൊണ്ട് ഇയാളുടെ ഫീൽഡെല്ലാം വീണ്ടും
വെള്ളം ഇതൊക്കെ ആയിട്ട് കൃഷി നല്ല പച്ചയായി, അതായത് എല്ലാ കാര്യങ്ങളും ഇയാൾക്ക് എന്താ പറയുക, കൃഷിയെല്ലാം ഉഷാറായിട്ട് മുന്നോട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററായിട്ട് വീണ്ടും കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.